ഉണ്ണി, അമ്മ ഒരു കഥ പറഞ്ഞു തരട്ടെ ഉണ്ണിക്ക്. ഒരു മരംവെട്ടുകാരന്റെ കഥയാണ് കേട്ടോ അമ്മ പറയാൻ പോണത്. പണ്ടൊരു കാലത്ത് ഒരു മരംവെട്ടുകാരനുണ്ടായിരുന്നു. അയാളുടെ പേരെന്താന്നറിയോ ഉണ്ണിക്ക്? സുബയ്യ. അവന് നല്ലൊരു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബമൊക്കെ അവൻ നോക്കിയിരുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ മരം വെട്ടി അത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് ആ കിട്ടുന്ന പൈസ കൊണ്ടായിരുന്നു അയാൾ കുടുംബം നോക്കിയിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അയാൾ കാട്ടിലേക്ക് പോയി. കാട്ടിൽ പോയിട്ട് ഒരു മരം വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ മഴു എവിടേക്ക് വീണു? പുഴയിലേക്ക് വീണു. വീണപ്പോ സുബൈക്ക് ആകെ സങ്കടായി. അവൻ നമ്മുടെ ആറ്റിലുള്ള ദേവീനെ, അതായത് നമ്മുടെ വനദേവതേനെ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, വനദേവതയെ എന്നെ സഹായിക്കണം. എനിക്ക് ആ മഴ കിട്ടിയില്ലെങ്കിൽ എന്തുണ്ടാവും? എൻ്റെ മക്കളെ നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ആ മഴ തരണേന്നും പറഞ്ഞിട്ട് സുബയ്യ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ആ പുഴയിൽ നിന്ന് ആര് പ്രത്യക്ഷപ്പെട്ടു? വനദേവത പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ മഴു ആറ്റിലേക്ക് പോയി ദേവതയെ, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. ആര്? സുബയ്യ പറഞ്ഞു. എന്നിട്ടോ വനദേവത ആറ്റിലേക്ക് മുങ്ങിപ്പോയി. എന്നിട്ടോ എന്താ ഉണ്ടായേ? വനദേവത ഒരു സ്വർണത്തിന്റെ കോടാലി എടുത്ത് പൊന്തി വന്നു. എന്നിട്ട് സുബയ്യോട് ചോദിച്ചു, ഇതാണോ നിന്റെ കോടാലി? അപ്പൊ സുബയ്യ പറഞ്ഞു, അല്ല അല്ല അല്ല, എൻ്റെ കോടാലി ഇതല്ല എന്ന് പറഞ്ഞു. എന്നിട്ടോ രണ്ടാമതും എന്ത് ചെയ്തു? വനദേവത പുഴയിലേക്ക് മുങ്ങിപ്പോയി. എന്നിട്ടോ വെള്ളിക്കോടാലിയായിട്ട് പൊന്തി വന്നു. പൊന്തി വന്നിട്ട് ചോദിച്ചു, ഇതാണോ നിന്റെ കോടാലി? അല്ല, ഇതല്ല എൻ്റെ കോടാലി എന്ന് പറഞ്ഞു. വീണ്ടും വനദേവത എന്ത് ചെയ്തു? വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയിട്ട് ഒരു ഇരുമ്പിന്റെ കോടാലിയായിട്ട് പൊന്തി വന്നു. എന്നിട്ട് സുബയ്യോട് ചോദിച്ചു, ഇതാണോ നിന്റെ കോടാലി? അതെ അതെ. അയാളുടെ കളഞ്ഞു പോയ സാധനം കിട്ടിയ ആ സന്തോഷത്തിൽ സുബയ്യ എന്ത് വിളിച്ചു പറഞ്ഞു? എൻ്റെ കോടാലി ഇതന്നെയാണ് ദേവതയെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അയാളുടെ സത്യസന്ധത മനസ്സിലാക്കിയ ദേവത എന്ത് ചെയ്തു? സ്വർണ്ണ കോടാലിയും വെള്ളി കോടാലിയും അയാളുടെ സ്വന്തം ഇരുമ്പ് കോടാലിയും കൂടി ആർക്ക് കൊടുത്തു? സുബയ്യക്ക് കൊടുത്തു. സുബയ്യക്ക് വളരെ സന്തോഷമായി. എന്നിട്ടോ സുബയ്യ വീട്ടിലേക്ക് നടക്കുന്ന വഴിയിൽ അയാളുടെ കൂട്ടുകാരനെ കണ്ടു. അയാളാണെങ്കിൽ ഒരു അത്യാഗ്രഹിയായ കൂട്ടുകാരനായിരുന്നു. അയാൾക്ക് കൂടുതൽ സമ്പത്തും ഒക്കെ ഉള്ള ആളായെങ്കിലും അയാൾക്ക് എന്തുണ്ടായിരുന്നു? എല്ലാം കൂടുതൽ കിട്ടണം എന്നുള്ള ഒരു ചിന്തയുള്ള ഒരു മനുഷ്യനായിരുന്നു. അയാൾ ഇത് കണ്ടപ്പോൾ സുബയ്യോട് ചോദിച്ചു, നിനക്ക് എങ്ങനെയാ ഇതൊക്കെ കിട്ടിയേന്ന് ചോദിച്ചു. അപ്പൊ സുബയ്യ നടന്ന കാര്യങ്ങളൊക്കെ ആരോട് പറഞ്ഞു? സുബയ്യയുടെ കൂട്ടുകാരനോട് പറഞ്ഞു. കൂട്ടുകാരൻ എന്ത് ചെയ്തു? ഒരു ഇരുമ്പ് കോടാലി എടുത്ത് ആ പുഴയുടെ അരിയിലേക്ക് പോയി. എന്നിട്ട് വെറുതെ ആ കോടാലി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് വനദേവതയെ പ്രാർത്ഥിച്ചു. വനദേവത പ്രത്യക്ഷപ്പെട്ടു. വനദേവതയോട് പറഞ്ഞു, എൻ്റെ കോടാലി നഷ്ടപ്പെട്ടു, എനിക്ക് കോടാലി വേണം എന്ന് പറഞ്ഞു. എന്നിട്ടോ വനദേവത ആദ്യം ചെയ്ത പോലെ തന്നെ പുഴയിലേക്ക് മുങ്ങി സ്വർണ്ണ കോടാലി കൊണ്ട് പൊന്തി വന്നു. അത്യാഗ്രഹിയായ കൂട്ടുകാരന് എന്ത് തോന്നി? ആദ്യം തന്നെ ഇത് എൻ്റെ കോടാലിയാന്ന് പറഞ്ഞാൽ എനിക്ക് സ്വർണ്ണ കോടാലി കൊണ്ട് പോവാലോ എന്ന് വിചാരിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു? ദേവതയോട് പറഞ്ഞു, ഇത് തന്നെയാണ് എൻ്റെ കോടാലി എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ദേവതയ്ക്ക് ദേഷ്യം വന്നു. നുണ പറയല്ലേ? അപ്പോൾ ദേഷ്യം വന്നിട്ട് പറഞ്ഞു, നിനക്ക് ഞാൻ കാണിച്ചു തരാം, നീ നല്ലവനല്ല എന്ന് പറഞ്ഞിട്ട് ദേവത എന്ത് ചെയ്തു? അയാളുടെ ഇരുമ്പ് കോടാലിയും എല്ലാം കൊണ്ട് അപ്രത്യക്ഷയായി. അപ്പൊ എന്താ അതിൻ്റെ അർത്ഥം? എന്താണെന്നായിരുന്നു മനസ്സിലാക്കേണ്ടത്? നമുക്ക് നമ്മുടെ സാധനത്തിനോട് എന്ത് വേണം? നമ്മുടെ സാധനത്തിനെ മാത്രമേ നമ്മൾ ഇതാക്കാൻ പാടുള്ളൂ. അത്യാഗ്രഹം ചെയ്യാൻ പാടില്ല, കള്ളത്തരം പറയാൻ പാടില്ല. മനസ്സിലായോ? ദേവതയോട് നല്ലത് പറഞ്ഞാൽ നമ്മുടെ സുബയ്ക്ക് എന്താ കിട്ടിയേ? അവന്റെ കോടാലിയും കിട്ടി, കൂടാതെ കുറെ പാരിതോഷികങ്ങളും കിട്ടി അല്ലേ? അപ്പൊ ഒരിക്കലും നമ്മൾ ഒരാളോടും എന്ത് പറയാൻ പാടില്ല? നുണ പറയാൻ പാടില്ല. അത്യാഗ്രഹം ആപത്ത്.